സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി ഓൺലൈനിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നവരും ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട സമയം. കർത്താവിനെ തന്നെ സൂക്ഷിച്ച് നോക്കുക. കർത്താവിനെ നോക്കുന്നവർ പ്രകാശത്തിലാകും. വിശ്വാസത്തോടെ നോക്കുന്നവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഇരുട്ട് തളം കെട്ടി നിൽക്കുന്നത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കൃപയുടെ പ്രകാശം വീശുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈശോയൊന്നും അസാധ്യമല്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവ്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസ്ഥത്തിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവ്. കർത്താവ് ഇതിൻ്റെ ആണിപ്പെടുതാർന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. ഇവിടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അസ്ഥിക്കുഴകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസഭിത്തികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഹൃദയത്തിലെ, കരളിലെ, കിഡ്നികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, കിഡ്നി കല്ലുള്ളവരെ ഈ നിമിഷം പൊടിഞ്ഞു മാറേണ്ടത് പ്രാർത്ഥിക്കുന്ന കരളിനൊക്കെ സ്പർശിക്കണ കർത്താവെ. ഈശോ ട്യൂബുകളെല്ലാം ബ്ലോക്കായിരുന്നവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, ഉള്ളക്കാൽ മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിന്റെ അടയാളത്തിലെ ദൈവത്തിന്റെ ശക്തി ഞാൻ മക്കളെ ആശീർവദിക്കുന്ന യേശുവേ, യേശുവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. Lord Jesus Christ, pour out His Spirit, touch with your fire finger, soak with the precious blood. Lord, infuse His Spirit. I command to you, in the name of Jesus Christ, to be healed. കർത്താവ്, വാദരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, സോറിയാസിസ് രോഗങ്ങള്, അസ്ഥി രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, ഹൃദയ രോഗങ്ങള്, ഹൃദയത്തിന് വാൽവിന് ബ്ലോക്കുള്ളവര്, വാൽവ് ശ്വസിക്കുന്നവര്, കരരോഗങ്ങള്, കർത്താവ് ഫാറ്റ് ലിവർ ഉള്ളവര്, കർത്താവ് അവിടെ തൊട്ട് സ്പർശിക്കട്ടെ. ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവര്, ചെവിക്ക് കേൾവിക്കുറവുള്ളവര് യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കട്ടെ. തൈറോയ്ഡ് രോഗികള്, ടോൺസൈറ്റ് രോഗികള്, കർത്താവെ, തൊണ്ടയിൽ സ്പർശിക്കട്ടെ. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവര്, കർത്താവെ, തൊണ്ടയിൽ സ്പർശിക്കണമേ. പിൻകഴുത്തിൽ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തില്. രോഗങ്ങൾ, കർത്താവെ, സ്രാവ രോഗങ്ങള്, അറിയാതെ മരം പോകുന്നവര്, മൂത്രം പോകുന്നവര്, ഈശോയെ, ഗർഭം അലസിപ്പോകുന്നവര്, മക്കൾ ഇല്ലാത്തവര്, ഗർഭത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. മക്കൾ ഇല്ലാത്തവരെ കർത്താവ് സ്പർശിക്കട്ടെ. പിസ്സോഡി രോഗികള്, പിസ്റ്റില രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ. ഇടുപ്പലിന് വേദനയുള്ളവര്, കശേരുകൾ വിട്ടുമാറുന്നവര് കർത്താവ് സ്പർശിക്കട്ടെ. യേശുവിന്റെ ശക്തി. ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഉറങ്ങാതെ നടക്കുന്നവര്, ഈ പ്രഷർ രോഗികളുടെ മേൽ കർത്താവിന്റെ ശക്തി പ്രവർത്തിക്കട്ടെ. യേശുവിന്റെ ശക്തി കൊടുക്കട്ടെ. യേശുവിന്റെ ശക്തി കൊടുക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മാർഗരോഗങ്ങള്, തിരവേദികള്, യേശുവിന്റെ നാമത്തിൽ കിടപ്പ് രോഗികള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടേണേ,
സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊഴേണേ സുഖമായിടും എൻ്റെ ഉള്ളം. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പൊ ഈ 2 വചനങ്ങൾ ഇപ്പൊ ഇതിന് എന്തിനോട് യോജിക്കേണ്ടത്? ഞാൻ അവളെ അനുഗ്രഹിക്കും. അതായത് ജനേസിസ് 17, ഉൽപ്പത്തി 17:16 കൂടെയാണ് 2 കൊരിന്ത്യർ 1:20 ചേർത്ത് വെക്കേണ്ടത്. എന്നാൽ മാത്രമേ വാഗ്ദാനത്തിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനപ്രകാരമുള്ള സന്തതികളെ പരിശുദ്ധ അമ്മയിലൂടെയാണ് ലോകത്തിന് വരണത്. ഈശോ ആണ് ആദ്യ സന്തതി, പ്രഥമജാതൻ എന്ന് പറയുന്നത്. ഈശോയാണ് വാഗ്ദാനങ്ങളുടെ സാകല്യം. അതുകൊണ്ട് 2 കൊരിന്ത്യൻസ് 1:20 പറയും. എന്താ പറയണത്? സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ മുഴുവൻ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കണത് ആരിൽ നിന്നാണ്? അമ്മയിൽ നിന്ന് പിറന്ന ക്രിസ്തുവിലൂടെയാണ്. അതാണ് എൻ്റെ വിഷയം. ഈ അമ്മയ്ക്ക് അനുഗ്രഹം എങ്ങനെ കിട്ടുന്നതാണ്? അത് ജനേസിസിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ അവളെ അതായത് ഉൽപ്പത്തി 17:16 അതായത് ഞാൻ അവളെ അനുഗ്രഹിക്കും. പറഞ്ഞ് ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവായിരിക്കും. ഇതൊരു പാരലൽ ടെസ്റ്റ് ആണെന്ന് ഞാൻ പറയണത്. കത്തോലിക്ക പ്രബോധനോ അല്ല, പക്ഷെ ഇതൊരു പാരലൽ ടെസ്റ്റാണ്. ബൈബിളിൽ എപ്പോഴും ഉണ്ടാകുന്ന വിഷയം ഷാഡോ വേഴ്സ് ഉണ്ടാവും, പാരലൽ ടെസ്റ്റ് ഉണ്ടാവും. പുതിയ നിയമത്തിലെ അഭിഷേക യാഥാർത്ഥ്യങ്ങളും രക്ഷാകര സംഭവങ്ങൾക്കെല്ലാം പാരലൽസ് ഉണ്ടാവും, സമാന്തര സുവിശേഷങ്ങൾ എന്ന് നമ്മൾ പറയുന്ന പോലെ സമാന്തര വചനങ്ങൾ. മാതാവിൻ്റെ മാതൃത്വത്തെ ലോക ജനതയുടെ പൊതുമാതാവായി പരിശുദ്ധ അമ്മയെ സുവിശേഷം ദൈവവചനം പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഒരു സമാന്തര ടെസ്റ്റാണിത്. ആ രീതി വായിക്കുമ്പോഴാണ് ഈ 2 കൊരിന്ത്യൻസ് 1:20 എന്താണ്? സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ്. അപ്പൊ എന്ത് ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? വംശം മുറക്കുള്ള ഇപ്പൊ 8:9 റോമ 8:9 എന്താ പറയണത്? വംശം മുറക്കുള്ള സന്തതി പരമ്പരകളുണ്ടാവും, അതേസമയം തന്നെ വാഗ്ദാന പ്രകാരമുള്ള സന്തതി പരമ്പരകളുണ്ടാവും. സ്വാഭാവികമായിട്ട് മാനുഷികമായി പറഞ്ഞാൽ ബൈ മെറിറ്റ് നമുക്ക് സന്താനം ഉണ്ടാകുന്നത് വംശമുറക്കാണ്. ബൈ ഗ്രേസ് ഉടമ്പടി എന്താ വർക്ക് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ നമ്മൾ റോമ 9:8 വായിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. വംശമുറയ്ക്കുള്ള മക്കളല്ല ഒന്ന് പറഞ്ഞേ. വംശമുറക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. പ്രത്യുത വാഗ്ദാനപ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. അപ്പൊ വാഗ്ദാനപ്രകാരം ജനിച്ച മക്കളാണ് ആര്? ദൈവത്തിന്റെ മക്കള്. ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ അവകാശികൾ. ഈ മക്കളുടെ പ്രഥമ അവകാശം എന്താണ്? ക്രിസ്തുവാണ്. കാര്യം എന്താണ്? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിലാണ് ആമേൻ പറയണത്. ഈ വചനത്തിൻ്റെ ഈ ലിങ്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ യോഹന്നാൻ 19:27 വായിച്ചാൽ കുറച്ചുകൂടി ഒരു
വെളിച്ചം കിട്ടും നമുക്ക്. യോഹന്നാൻ 19:27 യോഹന്നാൻ 19:27. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അന്ന് മുതലാണ് പുതിയ ജനത ഉണ്ടാകുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങൾക്കും അവകാശികളായി മാറുന്നു. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. പ്രൈസ് ദി ലോർഡ്. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കം ഉത്ഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം എബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങളാണ്. പക്ഷെ ഇസ്ഹാക്കിലൂടെ അത് നിറവേറണില്ല എന്നുള്ള സത്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് 2 കൊറിന്ത്യൻസ് 1:20 പറയണത് സകല വാഗ്ദാനങ്ങളും നിറവേറണത് ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ അമ്മയാണ് ഇവിടെ അവളെന്ന് പറയുന്നതെന്ന് പാരലൽ ടെസ്റ്റായിട്ട് ഞാൻ പറയാൻ കാരണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതായത് എബ്രാഹത്തിന് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾക്ക്, അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഗ്ദാനം കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വാഗ്ദാനത്തിന് ഒരു ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന പോലെ അംബിഗസ് ആയിട്ടിരിക്കും ചില സമയത്ത്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് വാഗ്ദാനം പൂർണ്ണമല്ലാതിരുന്നു എന്നുള്ളത്. ഇനി മറിയമാണ് എല്ലാത്തിനെയും പൂർണ്ണമാക്കണത്. എന്തങ്ങനെ പറയാൻ കാരണം, ഇപ്പം തന്നെ അനിതയുടെ കാര്യം എടുക്കാം. അനിത ഉടമ്പടി ചെയ്യുമ്പോൾ അനിതയ്ക്ക് എന്താ സംഭവിക്കണത്? പെട്ടെന്നാണ് ടൈം. ഇപ്പം ഇത്രയും നാളിൻ്റെ അനിതയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പം എന്താ സംഭവിക്കണം? അനിതയ്ക്ക് വരാൻ പോണത് ഉടമ്പടി എടുത്തോടു കൂടി അവൾ പറയണത്, ഉടമ്പടി ചെയ്തതോടുകൂടി എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങിയെന്ന്. അതായത് അത് ഈ സഞ്ചാരി മാതാവിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഇപ്പോൾ ഈ അനിത മാത്രമല്ല, ഒത്തിരി പേർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ മാതാവ് ഇങ്ങനെ കൂടെ നിൽക്കുന്ന കാരണം, കൂടെ വരുന്ന കാരണം അവരെ ഒരു പണ്ടില്ലാത്തൊരു ആത്മവിശ്വാസം ഇങ്ങോട്ട് കയറും. ആത്മധൈര്യം വരും. ആത്മധൈര്യം വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്കൊരു ആത്മധൈര്യം വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവ സാന്നിധ്യം വരുമ്പോഴാണ് നമുക്ക് ആത്മധൈര്യം വരണത്. ഈ ആത്മധൈര്യം ഈ ഉടമ്പടിയിൽ ഭയങ്കരമായ രീതിയിൽ വിശ്ലേഷിക്കേണ്ട ഒരു പരീക്ഷണ വസ്തുവാണ് ആത്മധൈര്യം. എന്നാൽ ജോഷുവയുടെ പറയുന്നതാണ്, ശക്തനും ധീരനുമായിരിക്കുക, അല്ലേ? 1:9 നമ്മൾ വായിക്കണല്ലേ ജോഷുവ, അല്ലേ? വായിച്ച് ശ്രദ്ധിക്കട്ടെ. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ധൈര്യം വരണം എപ്പോഴാണ്? ദൈവം കൂടെ വരുമ്പോഴാണ്. ഇപ്പം അനിത ഉടമ്പടി എടുത്തു. അനിതയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അനിത പറയണത് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത ധൈര്യം തോന്നാൻ തുടങ്ങി. എന്താ കാര്യം?
നമ്മളവർക്ക് ധൈര്യം തോന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ ബിബ്ലിക്കലായിട്ട് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ടായിരിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. അതൊരു വാഗ്ദാനമാണ്. നീ പറഞ്ഞ മക്കളെങ്കിലും അവകാശികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനത്തിൻ്റെ അവകാശികളാണ്. അതൊരു വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ വരും. അതിൻ്റെ ഈ നെറ്റ് ഇഫക്റ്റ് എന്താണ്? ശക്തനും ശക്തിയും ധൈര്യവും. കൈയിട്ടിച്ച് കർത്താവ് അവിടുത്തെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന നന്ദി പറയുന്നു. എന്നെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്നെ നാവാൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുതലോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും നന്മയെ ഓർക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്നെ നാമം ചൊല്ലിടുവാനാ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഞാൻ വിചാരിച്ച് എല്ലാം കയ്യിൽ നിന്ന് പോയി. അപ്പം ഇൻ്റർവ്യൂവർ ആണെങ്കിലും കുറച്ച് റഫായിട്ട് എന്നോട് പെരുമാറി. എനിക്കൊന്നും മനസ്സിലാവണില്ല, ഞാനിങ്ങനെ ഇരിക്കണേണ്. അവസാനം ഞാൻ ഓർത്തു ഇൻ്റർവ്യൂ പോയി, ഇതാണെങ്കിൽ ഒരൊറ്റ ചാൻസ് ഉള്ളൂ ലാസ്റ്റ് ഇൻ്റർവ്യൂവിന്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോൻ്റെ അവിടെ പോയി ആകെ കരഞ്ഞ് ഭയങ്കര തളർന്ന് ക്ഷീണിതയായിട്ട് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും, സാധാരണ ഈ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഒരു 2-3 ഡേയ്സ് പിടിക്കും എന്നാണ് പറഞ്ഞത് നമുക്ക് റിസൾട്ട് വരാൻ. പക്ഷേ ഒരു 3 മണിക്കൂറിന് ശേഷം പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെയിൽ വന്ന് ഞാൻ ആ ഇൻ്റർവ്യൂവിലും പാസ്സായി എന്നും പറഞ്ഞു. മൊത്തത്തിൽ ഒരു മിറാക്കിളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു മെറിറ്റും ഇല്ല ഇതിൽ. പക്ഷേ എനിക്കറിയാം മാതാവ് എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് ഇടപെടണുണ്ടെന്ന്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ക്യാഷ് ലെറ്റർ ഉണ്ട്. നമ്മൾ വേളാങ്കണ്ണിയിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ തിരിച്ച് 10-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് എനിക്ക് 10-ാം തീയതിക്ക് മുമ്പ് എനിക്ക് എൻ്റെ ക്യാഷ് ലെറ്റർ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി പോയി തിരിച്ച് വന്ന ടൈമിലും ട്രെയിനിൽ വെച്ചാണ് എനിക്ക് ക്യാഷ് ലെറ്റർ വന്നത്. അതും 8-ാം തീയതിയാണ്. ഞാൻ ചോദിക്കണ ടൈമിൽ മാതാവ് എനിക്ക് എല്ലാം ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അത് എനിക്ക് ക്യാഷ് ലെറ്റർ വന്ന് കഴിഞ്ഞാൽ നമ്മൾ നോർമലി വിസയ്ക്ക് അപ്ലൈ ചെയ്യും. എനിക്ക് 17th ഈ മന്ത് 17th വിസ അപ്പോയിൻമെൻറ്റ്. നമ്മൾ നോർമൽ സ്റ്റാൻഡേർഡ് വിസയാണ് വെച്ചത്. അപ്പോൾ അതിന് മാക്സിമം 26 ഡേയ്സാണ് എടുക്കണത്. ഞാനപ്പം അത് വിസ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയിൽ ആരാധനയെ പ്രാർത്ഥിച്ചപ്പോഴേക്കും ഞാൻ വിസ വേഗം കിട്ടണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കണ്ണുപൂട്ടി പ്രാർത്ഥിച്ച് എൻ്റെ പാസ്പോർട്ട് മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ച് മാതാവ് പാസ്പോർട്ട് എടുക്കണ പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. ഞാൻ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും എനിക്ക് വിസ വന്ന്. അതും നോർമൽ വിസയാണ് 26 ഡേയ്സ് പിടിക്കണതാണ്. എനിക്ക് വെറും 4 ഡേയ്സ് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് 4 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിസ വന്ന്. ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ വിസ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യാനാണ്. ഇത്രയും ഏറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. അടുത്ത മാസം 20-ാം തീയതി ഞാൻ പോണേണ് UK-യിലേക്ക്. ഇനി എൻ്റെ ജീവിതത്തിന് അങ്ങോട്ട് എൻ്റെ ഈശോയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ
എൻ്റെ ഫ്രണ്ട്, അവളും എന്നെപ്പോലെ 17th തന്നെയായിരുന്നു അപ്പോയിൻമെൻറ്റ് വെച്ചത് വിസയ്ക്ക്. അവൾക്ക് എന്നേലും മുമ്പായിരുന്നു അപ്പോയിൻമെൻറ്റ്. അപ്പോൾ എനിക്ക് ആദ്യം വന്ന് കണ്ടപ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് ടെൻഷനാകും, എന്താണ് വരാത്തതിന് റിജക്ഷൻ വല്ലതും വന്നാൽ അങ്ങനെ ഒരു ടെൻഷൻ. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ സാക്ഷ്യം പറയാൻ പോകുമ്പോൾ എൻ്റെ പാസ്പോർട്ട് ഓപ്പൺ ചെയ്യും. എൻ്റെ പാസ്പോർട്ട് ഓപ്പൺ ചെയ്യണേ മുമ്പ് നിനക്ക് എന്തായാലും മാതാവ് വിസ തരും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ല. ഇന്ന് ഞാൻ വന്ന് അവൾക്ക് ഇന്നലെ വിസ വന്ന്, അങ്ങനെ അവൾക്കും അതൊരു വലിയ അത്ഭുതമായിട്ട് അനുഗ്രഹമായിട്ട് തീർന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി.